ഹായ്, വെൽക്കം ടു എക്സൽ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് മലയാള ഭാഷയിലെ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്ന കുറേ ശൈലികളും പ്രയോഗങ്ങളെക്കുറിച്ചുമാണ്. PSCക്ക് സാധാരണ 10 മാർക്കോളം മലയാള ഭാഷയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ്. ആദ്യത്തെ ചോദ്യം: മറുകര കാണാത്തത് എന്നർത്ഥം ഉള്ളത്. അപാരം. വനരോധനം എന്ന ശൈലിയുടെ പൊരുൾ. നിഷ്പ്രയോജനമായ സങ്കട നിവേദനം. 11-ാം മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം. അവസാന നിമിഷത്തിന് തൊട്ടുമുമ്പ്. അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം. തിരിച്ചറിയാനുള്ള അടയാളം. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? കൃത്യസമയത്ത്. ദർ ഈസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിൻ്റെ പരിഭാഷ. വെറുതെ കളയാൻ ഒട്ടും സമയമില്ല. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിൻ്റെ പരിഭാഷ. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആകുന്നു. ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സം ടൈം എ ബ്ലെസ്സിങ് എന്നതിൻ്റെ പരിഭാഷ. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. ഹീ പുട്ട് ഔട്ട് ദ ലാമ്പ് എന്നതിൻ്റെ പരിഭാഷ. അവൻ വിളക്കണച്ചു. ധാത്രി എന്ന പദത്തിനർത്ഥം വളർത്തമ്മ. സൂകരം എന്ന വാക്കിനർത്ഥം പന്നി. ചെമപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായ കാലവിളംബരം. ബൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം സ്ഥാനമോഹികൾ. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം സന്യാസി. സുഗ്രീവശാസന എന്ന ശൈലിയുടെ അർത്ഥം അലംഘനീയമായ കൽപ്പന. അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം പെരും കള്ളൻ. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രിതനായി കഴിയുക. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം പരിമിത വസ്തു. കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം നിഷ്ഫലമായ ഉറപ്പ്. ഗ്രഹിക്കുന്ന ആൾ എന്നതിനെ ഒറ്റപ്പദം ഗ്രാഹകൻ. അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അനാവശ്യമായി ആഡംബരം കാണിക്കുക. മണ്ഡുകം എന്ന വാക്കിനർത്ഥം തവള. മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ പെടുന്നു? ദ്രാവിഡ ഗോത്രം. ഒരു വാക്യത്തിലെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം പൂർണ്ണ വിരാമം. വ്യാകരണം പഠിച്ചിട്ടുള്ളയാൾ വൈയാകരണൻ. കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം പ്രയോഗിച്ചു കാണാത്ത വൈദഗ്ധ്യം. ഹിരണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർണം. വാക്സിംഗ് ആൻഡ് വാണിംഗ് എന്നതിന് ഏറ്റവും അനുയോജ്യമായ മലയാള രൂപം വൃദ്ധിക്ഷയങ്ങൾ. എക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് എന്നതിൻ്റെ പരിഭാഷ. തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക. ചക്രശ്വാസം വലിക്കുന്ന എന്നാൽ അത്യധികം വിഷമിക്കുന്ന. കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം ലോകപരിജ്ഞാനം കുറഞ്ഞ വ്യക്തി. കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം വഞ്ചിക്കുക. മകളുടെ ഭർത്താവ് എന്ന അർത്ഥമുള്ളത് ജാമാതാവ്. ആർഷം എന്ന വാക്കിനർത്ഥം ഋഷിയെ സംബന്ധിച്ചത്. ക്രെഡിബിലിറ്റി എന്നതിന് തത്തുല്യമായത് വിശ്വാസ്യത.
പാഷാണത്തിലെ കൃമി എന്ന പ്രയോഗത്തിന് അർത്ഥം മഹാദുഷ്ടൻ. ദന്തഗോപുരം എന്ന ശൈലിയുടെ അർത്ഥം സാങ്കല്പിക സ്വർഗം. എ ഫെയർ വെതർ ഫ്രണ്ട് എന്നാൽ ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ. ചരിത്രാതീത കാലം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ചരിത്രത്തിനു മുമ്പുള്ള കാലം. വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം ഭാഗ്യകാലം. ലംഘിക്കാനാവാത്ത അഭിപ്രായം എന്ന് അർത്ഥമുള്ളത് വേദവാക്യം. അമ്മയുടെ അച്ഛൻ, മാതാമഹൻ. കബണ്ഡം എന്ന വാക്കിനർത്ഥം തലവേർപ്പെട്ട ഉടൽ. അധരവ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം വ്യർത്ഥ ഭാഷണം. ചാക്കിട്ട് പിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം സ്വാധീനത്തിൽ വരുത്തുക. ഉരുളക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം തക്ക മറുപടി. തെക്കോട്ട് പോകുക എന്ന ശൈലിയുടെ അർത്ഥം മരിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹാസ്യനാക്കുക. എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ക്ലേശം വർദ്ധിപ്പിക്കുക. പമ്പരം ചുറ്റിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഭ്രമിച്ചു കഷ്ടപ്പെടുത്തുക. രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം പൂർത്തിയാകാത്ത കാര്യം. നളിനി എന്ന വാക്കിനർത്ഥം താമരപ്പൊയ്ക. ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം വിഫലമാകുക. എ ഫ്യൂ പേജസ് ഓഫ് ദിസ് ബുക്ക് ആർ വാണ്ടിങ് എന്നതിൻ്റെ മലയാളം പരിഭാഷ. ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല. ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്നതിൻ്റെ പരിഭാഷ. എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. കുന്തം എന്നാൽ അർത്ഥം മുല്ല. ഹിസ് മാരേജ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ് എന്നതിൻ്റെ ശരിയായ തർജ്ജമ. അവൻ്റെ വിവാഹം അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. പാദം മുതൽ ശിരസ് വരെ എന്നതിന് തുല്യമായത് ആപാദ ചൂടം. ഡെമോക്രസി ഈസ് ദ വാച്ച് ആൻഡ് വാർഡ് ഓഫ് ഫ്രീഡം എന്നതിൻ്റെ പരിഭാഷ. സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽ ഭടനാണ് ജനാധിപത്യം. അറ്റൻഡ് ദ ഇൻ്റർവ്യൂ വിത്തൗട്ട് ഫെയിൽ എന്നതിൻ്റെ പരിഭാഷ. നിർബന്ധമായും ഇൻ്റർവ്യൂവിന് ഹാജരാകണം. ഐ വെൻറ്റ് ടു സീ ഹിം ഓഫ് അറ്റ് ദി എയർപോർട്ട് അതിന് യോജിക്കുന്ന വിവർത്തനം. അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി. മഞ്ചീരം എന്ന വാക്കിനർത്ഥം കാൽച്ചിലമ്പ്. ടു സെറ്റ് ഫ്രീ എന്നതിൻ്റെ പരിഭാഷ സ്വതന്ത്രമാക്കുക. ഹോക്കി ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്നതിൻ്റെ പരിഭാഷ. ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. നത്തിങ് ഈസ് വെർത്ത് ദാൻ ദിസ് ഡേ എന്നതിൻ്റെ പരിഭാഷ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഇൻഡിജിനസ് മെഡിസിൻ എന്നത് ഏത് തരം ചികിത്സയുടേതാണ്? നാട്ടുചികിത്സ. ഹിസ്റ്ററി ഈസ് ദ എസൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ് എന്നതിൻ്റെ പരിഭാഷ. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ടേക്ക് ഫ്രഞ്ച് ലീവ് എന്നതിൻ്റെ മലയാള രൂപം ഏത്? അനുവാദം കൂടാതെ ഹാജരാകാതിരിക്കുക. കുളം കോരുക എന്ന ശൈലിയുടെ അർത്ഥം ഉന്മൂലനാശം വരുത്തുക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിൻ്റെ പരിഭാഷ. പയ്യെ തിന്നാൽ പനയം തിന്നാം. സീറോ ഹവർ എന്നതിൻ്റെ പരിഭാഷ. ശൂന്യവേള. ദ വേൾഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്നതിൻ്റെ പരിഭാഷ. മനുഷ്യബന്ധങ്ങളുടെ ലോകം വിചിത്രമാണ്. വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ് എന്നതിൻ്റെ പരിഭാഷ.
ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു. ടു ബ്രേക്ക് ദ ഹേർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖം ഉണ്ടാകുക. 75 ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു കാണും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. See you soon.